ഹരേ കൃഷ്ണ. എന്താണ് അഷ്ടാംഗ യോഗം എന്നത്? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നിവയാണ് യോഗത്തിൻ്റെ 8 അംഗങ്ങൾ. ഇതൊക്കെ എന്താണെന്ന ഒരു സാമാന്യ ജ്ഞാനം നമുക്കുണ്ടാവണം. ഇവ എന്താണെന്ന് നമുക്ക് നോക്കാം. യമം. അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം ഇവയാണ് യമങ്ങൾ. അഹിംസ എന്ന് വെച്ചാൽ മനസാ വാചാ കർമ്മണ ഒരു പ്രാണിയെയും അനാവശ്യമായി ഹിംസിക്കാതിരിക്കുക എന്നതാണ് അർത്ഥം. സത്യസാക്ഷാത്കാരമാണ് ഈശ്വര സാക്ഷാത്കാരം. അതിനാൽ യോഗമാർഗം അനുഷ്ഠിക്കുന്നവർ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, എനിക്ക് മാത്രമുള്ളതല്ല എന്ന ചിന്തയാണ് ആസ്തേയം. സഹജീവികൾക്ക് പങ്കുവെക്കാതെ അന്യായമായി ഒരു വസ്തുവും കൈവശം വെക്കരുത്. ബ്രഹ്മത്തിൽ ചരിക്കുക, എല്ലാറ്റിലും ആത്മാവിനെ ദർശിക്കുക എന്നതാണ് ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ അർത്ഥം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ നിർവഹണത്തിന്റെ പരിധി കടന്നു പോകുന്ന എല്ലാ ഭൗതിക വസ്തുക്കളെയും ത്യജിക്കലാണ് അപരിഗ്രഹം. അന്യായമായി ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. അടുത്തത് നിയമം. ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയാണ് ഈ നിയമത്തിൽ വരുന്നത്. ആന്തരികവും ബാഹ്യവുമായ ശുചിത്വത്തെയാണ് ഇവിടെ ശൗചം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം സന്തോഷപ്രാപ്തിയാണ്, അല്ലേ? സർവഭൂതങ്ങൾക്കും സൗഖ്യവും ശാന്തിയും ആനന്ദവും ഭവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് ശരിയായ സന്തോഷവും ശാന്തിയും ആനന്ദവും ലഭിക്കുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും പ്രസന്നത കൈവരുകയും ചെയ്യുന്നു. ഇന്ദ്രിയങ്ങളെ ആത്മനിയന്ത്രണ വിധേയമാക്കുന്നത് തന്നെയാണ് തപസ്. സ്വയം പഠനവും ആത്മശോധനയുമാണ് സ്വാധ്യായം. ലോകത്തിലെ സമസ്ത വസ്തുക്കളിലും ഈശ്വരനെ ദർശിക്കുന്നതാണ് ഈശ്വര പ്രണിധാനം എന്നത്. ആസനം. സുഖകരമായ ഇരിപ്പ് തന്നെയാണ് ആസനം. മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും നിയന്ത്രണത്തിനുമായി വിവിധ തരത്തിലുള്ള ആസനങ്ങളുണ്ട്. പ്രാണായാമം. ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പ്രാണനെ ആധാരമാക്കിയാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നിങ്ങനെ 5 പ്രാണന്മാരാണ് ഉള്ളത്. ഈ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, പ്രാണനെ നിയന്ത്രിച്ച് ചിന്തകളെ നിയന്ത്രണ വിധേയമാക്കുന്നതാണ് പ്രാണായാമം. പ്രത്യാഹാരം. പ്രാണായാമത്തിലൂടെ ഇന്ദ്രിയങ്ങളെ ബാഹ്യപ്രവർത്തികളിൽ നിന്നും പിൻവലിച്ച് മനസ്സിൽ ലയിപ്പിക്കുന്നതാണ് പ്രത്യാഹാരം. അടുത്തത് ധാരണ. ഇന്ദ്രിയ നിഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ വരുതിയിലാക്കുക എളുപ്പമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി നാഭീചക്രം, ഹൃദയകമലം, ഭ്രൂമധ്യം എന്നിവയിൽ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്തുന്നതാണ് ധാരണ. ധ്യാനം. ധാരണ സാധിച്ചാൽ ധ്യാനം ആരംഭിക്കാം. സ്വരൂപമോ അരൂപമോ ആയ ഈശ്വരനിൽ മനസ്സിനെ ഉറപ്പിക്കലാണ് ധ്യാനം. സമാധി. ധ്യാനത്തിൽ ഉറച്ച മനസ്സിനെ അവിടെ നിന്ന് ഉയർത്തി ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കുന്ന വസ്തുവും രണ്ടല്ലാതെ ഒന്നായിത്തീരുന്ന ഘട്ടത്തിലെത്തുന്നതാണ് സമാധി. ഇങ്ങനെ അത്യന്തം ശാസ്ത്രീയവും പ്രായോഗികമായും ഈശ്വര സാക്ഷാത്കാരം നേടാമെന്ന് യോഗശാസ്ത്രം അനുശാസിക്കുന്നു. മനുഷ്യനായി പിറന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.